അതിലെ നൂറ് അനുമോളും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. മെന്നിൻ്റെ സ്പ്രേ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. അനുമോൾ പറയുന്നത് ഞാൻ ഉപയോഗിക്കുമല്ലോ. അല്ല, അതൊക്കെ മാറി വരേണ്ട സമയമായി. നമ്മളിപ്പോഴും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതാണ് അതിൽ പറയുന്നത്. നൂറ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല, ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ എല്ലാവരും ഇങ്ങനെ ജെൻഡറൊക്കെ കൊടുത്തിട്ടേക്കുവാണ്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, ഏത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നീ ഉപയോഗിക്കും, പക്ഷേ നീ വീണ്ടും അത് പറയുമ്പോൾ പിന്നെ അത് കറക്റ്റാണെന്നുള്ള രീതിയിലും ആൾക്കാരെടുക്കും. അതിൽ തന്നെ നീ വീണ്ടും നിൽക്കുകയാണെന്ന്. അപ്പോൾ അനുമോൾ പറയണം, ആര്യൻ്റെ കാലിലിട്ടിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് അത് ലേഡീസിൻ്റെ ആണെന്ന്. എനിക്ക് അവൻ്റെ കാലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചിരി വന്ന്, കാരണം അത് ലേഡീസിൻ്റെ ആണ് എനിക്കറിയാം. കാരണം എൻ്റെ കയ്യിൽ അതേ കണക്കുള്ള സോക്സാണ് ഇരിക്കുന്നത്. പിന്നെയും നീ പറയുന്നത് അത് ലേഡീസിൻ്റെ സോക്സ് ആണെന്ന്. അതിൽ പറഞ്ഞപ്പം അനുമോൾ പറയാം അത് ലേഡീസിനായിട്ട് ഇറക്കിയിരിക്കുന്ന സോക്സാണ്. അനുമോൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത് ലേഡീസിൻ്റെതൊന്നും അല്ല, അത് സോക്സാണ്. അത് ലേഡീസിനായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു സാധനമൊന്നും അല്ല. അത് നമ്മുടെ നാട്ടിൽ ആൾക്കാരുടെ തലയിൽ ഒരു സെറ്റ് ഓഫ് സാധനങ്ങൾ പെൺകുട്ടികൾക്ക് ഇടാനും ഷെയർ ചെയ്യാനും കാറ്റഗറൈസ് ചെയ്യുന്ന പോലെ തന്നെ കുട്ടികൾക്ക് ഇന്നതുപോലെ ചെയ്യണം, ഇന്നതുപോലെ ഇടണം എന്ന് പറയുന്ന ഒരു സംഗതിയാണ് എന്നാണ് ആദില പറയുന്നത്. സോക്സിന് ജെൻഡർ ഇല്ല, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചിടാം. നിനക്ക് ഫ്ലവർ ഉള്ളത് ഇഷ്ടമാണെങ്കിൽ നിനക്ക് ഇടാം, നിനക്ക് പൊക്കിമോൻ്റെ സാധനം ഇഷ്ടമാണെങ്കിൽ അതും ഇടാം. അതിനത് പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ എന്ന് പറയേണ്ട കാര്യമില്ല. ഞാനിടുന്ന ടീഷർട്ടൊക്കെ വലുതാണല്ലോ, അനുമോൾ പറയാണ്. ഞാൻ വലുത് വാങ്ങാറുമുണ്ട്, ഇടാറുമുണ്ട്. അപ്പം അതിൽ പറയാം, നീ ടീഷർട്ട് വലുത് വാങ്ങിച്ചിട്, അത് ആണുങ്ങളുടെയാണ് പെണ്ണുങ്ങളുടെ ആണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ലക്ഷ്മിയെ കണ്ടിട്ട് നൂറ പറയാണ്, ഇവർക്കറിയാം പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ടെന്ന്, അതുകൊണ്ടാണ് ഇവർ പുള്ളിയായിട്ട് കൂട്ടുകൂടുന്നത്. അതേപോലെ ഷാനവാസിക്കയ്ക്കും നിവിനും ഇവരെപ്പോഴും അവരോടാണ് കൂട്ടുകൂടി സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്ന കാണാം. ഇവർക്കറിയാം അവർക്ക് സപ്പോർട്ടുണ്ടെന്ന്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരും. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.